ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എഴുതുന്ന മിനിറ്റ്സിനെ കുറിച്ചാണ്. മിനിറ്റ്സ് എങ്ങനെ എഴുതാം, ഏത് രീതിയിലാണ് എഴുതേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മിനിറ്റ്സ് എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് യോഗ നമ്പർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. യോഗ നമ്പർ, യോഗ സ്ഥലം, യോഗ തീയതി, യോഗ സമയം എന്നിവ കറക്റ്റായിട്ട് എഴുതണം. അതിനുശേഷം 10 അജണ്ടയുണ്ട്, 10 അജണ്ട എഴുതണം. ആമുഖം, സ്വാഗതം, ആമുഖ ഗാനം, റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, ഇതര വിഷയങ്ങൾ, വായ്പ, നിക്ഷേപം, ഉപസംഹാരം, കൃതജ്ഞത എന്നിവ എഴുതി അജണ്ട എഴുതിയിട്ട് വേണം നമ്മൾ ഹാജർ എഴുതാനുള്ളത്. ഹാജറിൽ അംഗങ്ങളുടെ പേര് കറക്റ്റ് എഴുതി ഒപ്പ് കൂടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അജണ്ട പ്രകാരം നമ്പർ ഇട്ട് എഴുതി തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ടിന്മേലുള്ള ചർച്ച എഴുതി തുടങ്ങാം. ആ റിപ്പോർട്ടിൽ എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡേറ്റിൽ ഏത് ദിവസമാണ് കൂടുന്നതെന്നും ഏത് വീട്ടിലാണ് കൂടുന്നതെന്നും കറക്റ്റായിട്ട് എഴുതി രേഖപ്പെടുത്തണം. അതിനുശേഷം കുടുംബശ്രീയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പോയിൻ്റ് വൈസായോ പാരഗ്രാഫായിട്ടോ എഴുതണം. കുടുംബശ്രീയിൽ ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് എഴുതി രേഖപ്പെടുത്തണം. അതിനുശേഷമാണ് നമ്മൾ ത്രിഫ്റ്റ് എഴുതേണ്ടത്. ത്രിഫ്റ്റിൽ ആഴ്ചവരി, മാസവരി, വായ്പാ തിരിച്ചടവ്, പലിശ എന്നിവ കറക്റ്റ് എഴുതി രേഖപ്പെടുത്തണം. ഇതിൽ പ്രത്യേകിച്ച് എഴുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫൈനും നമ്മൾ എന്തെങ്കിലും ചിലവിനായിട്ട് പൈസ കളക്ട് ചെയ്യുന്നെങ്കിൽ അതും മിനിറ്റ്സ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. കാരണം നമ്മൾ സാമ്പത്തിക രജിസ്റ്ററിൽ ഫൈനും ഈ ചിലവിൻ്റെ പൈസയും സാധാരണ രേഖപ്പെടുത്തില്ല. അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ബാങ്ക് ഇടപാടുകളാണ് നമ്മൾ സാമ്പത്തിക രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. നമ്മൾ ഫൈനും ചിലവിൻ്റെ പൈസയും നമ്മൾ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ആ ഫൈനിൻ്റെയും ചിലവിൻ്റെയും പൈസ ത്രിഫ്റ്റിൻ്റെ കൂടെ ചേർക്കാതെ സെപ്പറേറ്റ് തന്നെ നമ്മൾ എഴുതി വെക്കണം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് സെക്രട്ടറിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഒപ്പ് പിടിപ്പിക്കാം. സീൽ വെച്ച് ഒപ്പിടണമെങ്കിൽ അങ്ങനെ ഒപ്പിടിപ്പിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.